ഹായ് ഓൾ. ഇന്ന് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് എൻജിനീയറിംഗ് ലാബിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണ്, അതിലെന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ പുതിയ ടേംസുകളാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് അതിൻ്റെ ഒരു ക്ലാസ്സാണ്. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫിഫ്ത്ത് സെമ്മിൽ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എടുക്കുന്നുണ്ട്. ഞാൻ എടുക്കുന്നുണ്ട്. അതോടൊപ്പം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് എൻജിനീയറിംഗ് ലാബ്. ഓക്കെ, അപ്പം ഈ ഒരു ലാബിന് നമ്മൾ സാധാരണ ലാബിൽ പറയുന്ന പോലെ റഫ് റെക്കോർഡ്, ഫെയർ റെക്കോർഡ് എല്ലാം വേണം. ഓക്കെ, അപ്പം അതെല്ലാം എങ്ങനെ എഴുതണം എന്നുള്ളത് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ളത്. എന്താണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? ഇപ്പോൾ നമ്മളുടെ ഒരു ഡെയിലി ലൈഫിൽ നമ്മളിപ്പം എന്നും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആണല്ലേ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, ഡാറ്റ ഷെയറിങ്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ഇതിൻ്റെ അണ്ടറിൽ ഇപ്പോൾ നമ്മളൊരു ഡാറ്റ ഷെയറിങ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, ഈ കാര്യങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ അതിനു മുന്നേ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിൻ്റെ കളക്ഷനാണ്. ഒരുപാട് കമ്പ്യൂട്ടേഴ്സ്, ഒരുപാട് സിസ്റ്റംസ് ഇതിൻ്റെ കളക്ഷൻസ്. ഇങ്ങനെ കളക്ട് ചെയ്താൽ മാത്രം മതിയോ? പറ്റില്ല. ഇവ തമ്മിൽ എന്ത് വേണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡാറ്റ ഷെയർ ചെയ്യുക. ഇപ്പോൾ ഒരു ഡിവൈസിൽ നിന്ന് വേറെ ഡിവൈസിലേക്ക് ഡാറ്റ ഷെയറിങ് ചെയ്യാം. ഇതാണ് എന്ത് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഈസ് എ കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ദോസ് ആർ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ത്രൂ സം മീഡിയം യൂസിങ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഓക്കെ, ഒരു മീഡിയം വഴി, ചിലപ്പം കണക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും, ചിലപ്പം കണക്ഷൻലെസ് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു മീഡിയം വേണം. ആ മീഡിയം വഴി എന്ത് ചെയ്യും? ഒരു ഡിവൈസിൽ നിന്നും വേറൊരു ഡിവൈസുകളിലേക്ക് ഡാറ്റ ഷെയറിങ് ചെയ്യും. അവിടെ നമുക്ക് ഷെയറിങ് ചെയ്യാൻ കുറച്ച് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിംഗ് ഞാൻ പറഞ്ഞു ഷെയറിങ് ചെയ്യാനാണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ എന്തൊക്കെ തരം ടൈപ്പ് ഓഫ് ഷെയറിങ് ഉണ്ട്? ഇപ്പം നമ്മളൊരു ഡിവൈസിൽ നിന്ന് വേറെ ഡിവൈസിലേക്ക് ഷെയറിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഷെയറിങ് ഉണ്ട്? നമ്മൾ ഒരു ഷെയറിങ് കേട്ടിരിക്കുന്നു, റിസോഴ്സ് ഷെയറിങ്. അപ്പം മെയിനായിട്ട് നെറ്റ്വർക്കിംഗ് യൂസ് ചെയ്യുന്നത് ഡാറ്റ ഷെയറിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷെയറിങ് എന്ന് പറയുമ്പോൾ നമ്മളതിനെ റിസോഴ്സ് ഷെയർ ചെയ്യാൻ പറ്റും. റിസോഴ്സ് ഷെയറിങ് എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിളാണ് നമ്മൾ ഹാർഡ്വെയർ ഷെയറിങ്ങും സോഫ്റ്റ്വെയർ ഷെയറിങ്ങും. ഹാർഡ്വെയർ ഷെയറിങ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ ഡിവൈസ്, ഒരു പ്രിൻ്റർ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഒരു പ്രിൻ്ററിനെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഡിവൈസിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു സിസ്റ്റത്തിൻ്റെ ഹാർഡ് ഡിസ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യാൻ പറ്റും. അത്തരം ടൈപ്പ് ഓഫ് ഷെയറിങ്ങിനെയാണ് നമ്മൾ ഹാർഡ്വെയർ ഷെയറിങ് എന്ന് പറയുന്നത്. ഇത് എന്തിൻ്റെ? റിസോഴ്സ് ഷെയറിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഷെയറിങ് എന്ന് പറയുമ്പം ഫസ്റ്റ് വൺ റിസോഴ്സ് ഷെയറിങ് തന്നെ എത്ര ടൈപ്പ് ഉണ്ട്? ഹാർഡ്വെയർ ഷെയറിങ്ങും ഉണ്ട് ആൻഡ് സോഫ്റ്റ്വെയർ ഷെയറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയർ ഷെയർ ചെയ്യാം. ഒരു സിസ്റ്റത്തിൽ നിന്നും വേറൊരു സിസ്റ്റത്തിലേക്ക് നമുക്ക് സോഫ്റ്റ്വെയർ ഷെയർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഹാർഡ്വെയർ ഷെയറിംഗ് എന്ന് പറയുന്നതിന് ഏറ്റവും സിമ്പിളാണ് എക്സാമ്പിളാണ് ഇത്. പ്രിൻ്റർ നമുക്ക് ഷെയർ ചെയ്യാം ആൻഡ് ഹാർഡ് ഡിസ്ക് ഷെയർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നെറ്റ്വർക്കിംഗ് ഷെയറിംഗ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഷെയറിംഗ് മെയിനായിട്ട് നമ്മൾ നെറ്റ്വർക്കിംഗ് എന്നുള്ളത് കൊണ്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും? ഒന്ന്, നമുക്ക് റിസോഴ്സസ് ഷെയർ ചെയ്യാൻ പറ്റും. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. ഹാർഡ്വെയറിൻ്റെ ഉള്ളിൽ വരുന്നതാണ് പ്രിൻ്ററും ഹാർഡ് ഡിസ്കും എന്നൊക്കെ പറയുന്നത്. സോഫ്റ്റ്വെയർ, ഏതെങ്കിലും സോഫ്റ്റ്വെയർസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യാൻ പറ്റും. വേറൊരു ടൈപ്പ് അഡ്വാൻറ്റേജാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മളിപ്പോൾ വാട്സപ്പ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ മെയിൽ, ചാറ്റിംഗ്, ഇതെല്ലാം എന്താണ് കമ്മ്യൂണിക്കേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം ഷെയറിങ്ങിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻ, ഒന്ന് റിസോഴ്സ് ഷെയറിങ്, രണ്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെയിലും ചാറ്റും കാര്യങ്ങൾ. മൂന്ന്, നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, ക്രിട്ടിക്കൽ സ്റ്റോറേജ്.
ക്രിട്ടിക്കൽ സ്റ്റോറേജ് എന്തൊക്കെയാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയ ഡാറ്റാസൊക്കെ നമ്മൾ ക്ലൗഡിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്. ബാക്കപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോറിങ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ സ്റ്റോറിങ് ഒക്കെ നമുക്ക് നടക്കുന്നത് എന്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്, നമ്മളെ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സ്റ്റോറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കുന്നത്. ഓക്കെ, അപ്പം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നതിൻ്റെ മെയിനായിട്ടുള്ള യൂസ് എന്ന് പറയുന്നത് എന്താണ്, ഷെയറിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഷെയറിങ് വഴി റിസോഴ്സസ് ഷെയർ ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറേജും ക്രിട്ടിക്കൽ സ്റ്റോറേജും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം 2 computers are said to be connected if they are able to exchange information or able to communication. ഓക്കെ, രണ്ട് കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ആണ് എന്ന് പറയുന്നത് എപ്പോഴാണ്, അത് നമുക്ക് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റണം, അതോടൊപ്പം തന്നെ അവ തമ്മിൽ ഒന്നുകിൽ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് കമ്പ്യൂട്ടേഴ്സ് എന്ത് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ, കണക്റ്റഡ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, നെറ്റ്വർക്ക് എന്ന് പറയും അല്ലേ. ഓക്കെ, ഇനി നെറ്റ്വർക്ക് ഈസ് കണക്റ്റഡ് ബൈ ദ സെറ്റ് ഓഫ് നോഡ്സ് ബൈ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ് വേർ എ നോഡ് ക്യാൻ ബി എനി ഡിവൈസ് കേപ്പബിൾ ഓഫ് സെൻഡിങ് ഓർ റിസീവിങ് ഡാറ്റ ടു ഓർ ഫ്രം അതർ നോഡ്സ് ഇൻ ദ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പം നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ സെറ്റ് ഓഫ് നോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു നെറ്റ്വർക്ക് ഈ നെറ്റ്വർക്കിൽ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. ഈ സിസ്റ്റത്തിൽ നമ്മൾ എന്ത് പറയും, നോഡ്. ഓരോ സിസ്റ്റത്തിനും നമ്മൾ നോഡ് എന്നാണ് പറയുക. അപ്പം നോഡ് 1, നോഡ് 2, നോഡ് 3. ഓക്കെ, അപ്പം ഈ ഒരു നോഡ്, സെറ്റ് ഓഫ് നോഡ്സ്, ഇവ തമ്മിൽ എങ്ങനെ ലിങ്ക് വഴിയാണ്, കമ്മ്യൂണിക്കേഷൻ ലിങ്ക്. ഒന്നുകിൽ കണക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ കണക്ഷൻ ലെസ് ആയിരിക്കും. കണക്ഷൻ ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും കേബിളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാം. കണക്ഷൻ ലെസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വൈഫൈ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ് വഴി ഈ നോഡ് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നോഡ് തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോഡിൽ നിന്നും മറ്റൊരു നോഡിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യാനും ഡാറ്റ റിസീവ് ചെയ്യാനും പറ്റും അല്ലേ. ഇപ്പോൾ ഒരു ഡിവൈസ് വേറൊരു ഡിവൈസ്, ഈ ഡിവൈസ് തമ്മിൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഇതിപ്പോൾ ഡിവൈസ് എ ആണ്, ഇത് ഡിവൈസ് ബി ആണ്. എയിൽ നിന്ന് ബിയിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യാനും ബിയിൽ നിന്ന് എയിലേക്ക് ഡാറ്റ റിസീവ് ചെയ്യാനും പറ്റും അല്ലേ. അപ്പോൾ ഡാറ്റ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ, ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നമുക്കൊരു ഡിവൈസിൽ നിന്നും വേറൊരു ഡിവൈസിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യാനും ഡാറ്റ അവിടുന്ന് റിസീവ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡിവൈസസ് ആണ്. അത് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, മൊബൈൽ നെറ്റ്വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു മെയിനായിട്ട് ഒരു നെറ്റ്വർക്കിൻ്റെ യൂസേജ് അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ആണ്. ഷെയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ റിസോഴ്സ് ഷെയർ ചെയ്യാൻ പറ്റും. റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നെറ്റ്വർക്കിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റർ ഷെയർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് ഷെയർ ചെയ്യാൻ പറ്റും, അതേപോലെ സോഫ്റ്റ്വെയർസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇത്തരം ഷെയറിംഗ് ആണ് റിസോഴ്സ് ഷെയറിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത്. വേറൊരു ടൈപ്പ് ഷെയറിംഗ് ആണ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ചാറ്റ് ചെയ്യാം, മെയിൽ ചെയ്യാം, എല്ലാം പറ്റുന്നുണ്ട്. ഇതെല്ലാം കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, വേറൊരു ഷെയറിംഗ് ആണ് നമുക്ക് റിസോഴ്സസിനെ സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. ക്രിട്ടിക്കൽ സ്റ്റോറേജ്, നമുക്ക് ഡാറ്റ ഫ്യൂച്ചർ യൂസിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റാസ് വല്ലതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് സേഫായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ തമ്മിൽ ഈ ഒരു നെറ്റ്വർക്കിലെ ഓരോ കമ്പ്യൂട്ടറും നമ്മൾ നോഡ് എന്ന് പറയും. ഈ നോഡുകൾ തമ്മിൽ നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റും നെറ്റ്വർക്കിലൂടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഒരു നെറ്റ്വർക്കിൽ എത്ര കമ്പോണൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഡാറ്റ ഷെയർ ചെയ്യണമെങ്കിൽ കമ്പോണൻസ്, ഒന്ന് ഡാറ്റ സെൻഡ് ചെയ്യുന്ന അല്ലേ, ഒരു സെൻഡർ ഉണ്ടാക്കും അല്ലേ.
റിസീവർ ഉണ്ടാകും, റിസീവർ ഉണ്ടാവും, സെൻഡർ ഉണ്ടാവും. ഇതെല്ലാം ഓരോ നോഡുകളാണ്. നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസിനും നമ്മൾ നോഡ് എന്നാണ് പറയുക. പിന്നെ ഈ ഒരു സെൻഡറും റിസീവറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് അല്ലേ, മീഡിയാസ് ഉണ്ടായിരിക്കും. പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഹാർഡ്വെയർ, പിന്നെ ഒരുപാട് ഡിവൈസസ് നമുക്ക് ഒരു നെറ്റ്വർക്കിൽ യൂസ് ചെയ്യും. ചെറിയ നെറ്റ്വർക്ക് ആണെങ്കിലും വലിയ നെറ്റ്വർക്ക് ആണെങ്കിലും നമ്മൾ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, റിപ്പീറ്റർ, സ്വിച്ച്, ഹബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റൂട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഡിവൈസസ് നമ്മളൊരു നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ ഡിവൈസസും കറക്റ്റായിട്ട് വർക്ക് ആവുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മളുടെ ഡാറ്റാസ് വലിയ ഡിലേയും അതുപോലെ തന്നെ പിന്നെ കേടുപാടുകളൊന്നും കൂടാതെ മറ്റൊരു എൻഡ് നോഡിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഇത്രയും പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഇത്രയും പിന്നെ ഡിവൈസസ് നോഡുകളുണ്ടാകും. ആ നോഡ് ഒന്നുകിൽ സെൻറ്റർ ആയിരിക്കാം അല്ലെങ്കിൽ റിസീവർ ആയിരിക്കാം. അപ്പം ഇത്രയും കമ്പോണൻസ് ഉണ്ട് ഒരു നെറ്റ്വർക്കിൽ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഡാറ്റ ട്രാൻസ്മിഷൻ സിസ്റ്റം ട്രാൻസ്മിറ്റ് ഡാറ്റ ബൈ കൺവേർട്ടഡ് സിഗ്നൽസ് അല്ലേ. ഡാറ്റ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുക. അതുപോലെ റിസീവർ എന്ന് പറഞ്ഞാൽ കൺവേർട്ട് റിസീവ്ഡ് സിഗ്നൽ ടു ഡാറ്റ. റിസീവർ അതായത് നമ്മളിപ്പം ഡാറ്റ ഒരു നോഡിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യണം? ആ ഒരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷനിലൊക്കെ കാര്യങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഇപ്പം ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട, നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻ, അത്ര കാര്യങ്ങളിലേക്ക് പോയാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് സെമ്മിൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ സബ്ജക്റ്റ് തന്നെ തിയറി പേപ്പർ തന്നെ പഠിക്കാനുണ്ടാവും. ആ ഒരു പേപ്പറിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കാം. ഇപ്പം നിങ്ങൾക്ക് വേണ്ടത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അതിനോട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസും കാര്യങ്ങളും. നമ്മൾ ഡയറക്റ്റായിട്ട് പ്രോഗ്രാമിലേക്ക് പോയി കഴിഞ്ഞാൽ പലർക്കും അറിയാം എന്താണ് നെറ്റ്വർക്ക് എന്നുള്ളത്, എന്നാലും അറിയാത്തവരുണ്ടാകും എന്തിനാണ് നെറ്റ്വർക്കിംഗ്, എന്താണ് അതിൻ്റെ യൂസ്. നമ്മൾ ഡെയിലി കേൾക്കുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടിയും എന്താണ് എന്നുള്ള കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാത്ത ആൾക്കാരുണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ്. സോ അപ്പം അതിൽ ഡാറ്റ ഉണ്ടാകും, റിസീവർ ഉണ്ടാകും, ഡെസ്റ്റിനേഷൻ ഉണ്ടാകും, നോഡ് ഉണ്ടാകും. ഇത്രയും കാര്യങ്ങൾ എന്തിലുണ്ടാകും? ഈ ഒരു നെറ്റ്വർക്കിലുണ്ടാകും. ഇനി നിങ്ങൾ കേട്ടിരിക്കും യൂണികാസ്റ്റ്, ബ്രോഡ്കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. എന്താണ് യൂണികാസ്റ്റ്, ബ്രോഡ്കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ? നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന, മെസ്സേജ് ഡെലിവറി ചെയ്യുന്ന മെത്തേഡുകളാണ്. ഏതൊക്കെ മെത്തേഡുകളിൽ നമുക്ക് ഒരു നോഡിൽ നിന്നും അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ നിന്നും വേറൊരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൽ നിന്നും വേറൊരു നെറ്റ്വർക്കിലേക്ക് നമുക്ക് ഡാറ്റ ഏതൊക്കെ മെത്തേഡുകളിൽ ഷെയർ ചെയ്യാൻ പറ്റും? ആ മെത്തേഡ് ഒന്നാണ് യൂണികാസ്റ്റ്. യൂണികാസ്റ്റ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. മെത്തേഡ് ഓഫ് മെസ്സേജ് ഡെലിവറി. നമ്മൾ മെസ്സേജ് ഡെലിവറി ചെയ്യുന്ന മെത്തേഡ്സ്, ഫസ്റ്റ് മെത്തേഡാണ് യൂണികാസ്റ്റ്, ബ്രോഡ്കാസ്റ്റ് ആൻഡ് മൾട്ടികാസ്റ്റ്. യൂണികാസ്റ്റ്, ബ്രോഡ്കാസ്റ്റ് ആൻഡ് മൾട്ടികാസ്റ്റ്. എന്താണ് യൂണികാസ്റ്റ് എന്ന് പറഞ്ഞാൽ? യൂണികാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടികാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം നെറ്റ്വർക്കിൻ്റെ മെത്തേഡ്സുകളാണ്. യൂണികാസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഡിവൈസ് സെൻഡ് മെസ്സേജ് ടു ദ അതർ ടു ഇറ്റ്സ് അഡ്രസ്. ഒരു ഡിവൈസസ് സപ്പോസ് ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഇപ്പം ഇതൊരു നെറ്റ്വർക്കാണ്, ഇത് വേറൊരു നെറ്റ്വർക്കാണ്. ഈ നെറ്റ്വർക്കിൽ ഒരുപാട് നോഡുകളുണ്ട്. അതുപോലെ ഈ ഒരു നെറ്റ്വർക്കിലും ഒരുപാട് നോഡുകളുണ്ട്. അപ്പം യൂണികാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസുകൾ തമ്മിൽ ഒരു നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഏതെങ്കിലും രണ്ട്
ഒരു പർട്ടിക്കുലർ അഡ്രസ്സ് ഉണ്ടാകും. ആ അഡ്രസ്സിലേക്ക് മാത്രം ഡാറ്റ ഷെയർ ചെയ്യുന്നതിനാണ് നമ്മൾ യൂണികാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു നെറ്റ്വർക്ക് എ എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് ബി എന്ന് പറഞ്ഞ നെറ്റ്വർക്ക്, ഈ നെറ്റ്വർക്കിലുള്ള ഇപ്പം ഈ ഒരു നെറ്റ്വർക്കിൽ എ എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ 3 ഡിവൈസസ് ഉണ്ട്, ബി എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ 3 ഡിവൈസസ് ഉണ്ട് എന്ന് പറയും. അപ്പം നമ്മൾ യൂണികാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഈ ഒരു എ എന്ന് പറഞ്ഞ നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ വരുന്ന 1, 2, 3 ഡിവൈസസ് ഉണ്ട്. അതുപോലെ ബി എന്ന് പറഞ്ഞ നെറ്റ്വർക്കിൻ്റെ ഉള്ളിലും 1, 2, 3 ഡിവൈസസ് ഉണ്ട്. അപ്പോൾ യൂണികാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസിൽ നിന്ന് മറ്റേ ഡിവൈസിലേക്ക് മാത്രം ഡാറ്റ ഷെയർ ചെയ്യാം. ഇപ്പോൾ 1 നിന്ന് 2ലേക്ക് മാത്രം ഡാറ്റ ഷെയർ ചെയ്യുക. ഇതാണ് യൂണികാസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇത് ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞ നെറ്റ്വർക്കിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഡിവൈസിലേക്കും ഡാറ്റ ഷെയർ ചെയ്യുക. ഓക്കെ, എ എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ ഇപ്പം എത്ര 3 1000 ആണോ എത്ര ഡിവൈസസ് വേണമെങ്കിലും ആകാം. അപ്പോൾ ഈ ഒരു നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക എന്ന് പറയാം. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു ഡിവൈസിൽ നിന്നും ബാക്കി എല്ലാ ഡിവൈസിലേക്കും ഡാറ്റ ഷെയറിങ് നടക്കുക. മൾട്ടികാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നെറ്റ്വർക്കിലുള്ള എ എന്ന് പറഞ്ഞ നെറ്റ്വർക്കിലുള്ള ഒരു ഡിവൈസിൽ നിന്നും ബി എന്ന് പറയുന്ന നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസിലേക്കും ഡാറ്റ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 മെത്തേഡുകളാണ് ഡാറ്റ അല്ലെങ്കിൽ മെസ്സേജ് ഡെലിവറി ചെയ്യാൻ. ഒന്ന് യൂണികാസ്റ്റ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ നോഡിലേക്ക് മാത്രം, ഒരു പെർട്ടിക്കുലർ അഡ്രസ്സ് ഉണ്ടാകും, ആ അഡ്രസ്സിലേക്ക് മാത്രം ഡാറ്റ ഷെയർ ചെയ്യാം. ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഡിവൈസിലേക്കും. മൾട്ടികാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റേ നെറ്റ്വർക്കിലുള്ള പക്ഷേ മറ്റേ നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസിലേക്കും എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് എന്ത് യൂണികാസ്റ്റ്, മൾട്ടികാസ്റ്റ് ആൻഡ് ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇപ്പം നമ്മൾ പുതിയ ടേംസ് പഠിച്ചത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നെറ്റ്വർക്കിംഗ് നിങ്ങൾ കേട്ടിരിക്കും. നെറ്റ്വർക്കിംഗ് മെയിനായിട്ട് ഷെയറിംഗ് ആണ്. റിസോഴ്സ് ഷെയറിംഗ് ഉണ്ട്, കമ്മ്യൂണിക്കേറ്റ് ഉണ്ട്, ക്രിട്ടിക്കൽ സ്റ്റോറേജ് ഉണ്ട്. റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാർഡ്വെയർ ഷെയർ ചെയ്യാൻ പറ്റും, സോഫ്റ്റ്വെയർ ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഹാർഡ്വെയർ ഷെയറിങ്ങിൽ വരുന്നതാണ് പ്രിൻ്ററും ഹാർഡ് ഡിസ്കും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയറിൽ വരുന്നതാണ് നമ്മളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഷെയറിങ് വരുന്നത് സോഫ്റ്റ്വെയർ ഷെയറിങ്ങിലാണ്. പിന്നെ ക്രിട്ടിക്കൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡാറ്റ ക്ലൗഡിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും, ഡാറ്റ ബാക്കപ്പിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് നമ്മളെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ കമ്പോണൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയുണ്ട്? സെൻഡർ ഉണ്ട്, റിസീവർ ഉണ്ട്, പിന്നെ മീഡിയ അല്ലേ, ലിങ്ക്, ഒരു 2 സിസ്റ്റം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മീഡിയ, പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹാർഡ്വെയർസാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, റൂട്ടർ, ഹബ്ബ്, സ്വിച്ച്, റിപ്പീറ്റർ, ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച പുതിയ ടേംസാണ് ഏതാ? നമ്മളുടെ ഡാറ്റ ഡെലിവറി ചെയ്യുന്ന മെത്തേഡുകൾ. 3 മെത്തേഡാണുള്ളത്. ഒന്ന് യൂണികാസ്റ്റ്, 2 ബ്രോഡ്കാസ്റ്റ്, 3 മൾട്ടികാസ്റ്റ്. യൂണികാസ്റ്റ് എന്താണ്, ബ്രോഡ്കാസ്റ്റ് എന്താണ്, മൾട്ടികാസ്റ്റ് എന്താണെന്നുള്ള കാര്യം. ഇനി നെറ്റ്വർക്ക് ടൈപ്സ്. ഇപ്പം നമ്മൾ നെറ്റ്വർക്ക് പഠിച്ചു അല്ലേ? എത്ര ടൈപ്സ് ഉണ്ട് നിങ്ങൾ കേട്ടിരിക്കുന്നത്? നമ്മൾ കോമൺ ആയിട്ട് കേട്ടിരിക്കുന്ന നെറ്റ്വർക്ക് ടൈപ്സാണ് LAN, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, WAN, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, MAN, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അതുകൂടാതെ PAN എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതേപോലെ തന്നെ CAN എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഉണ്ട്. അപ്പം നെറ്റ്വർക്ക് ടൈപ്സ് നമുക്കൊന്ന് നോക്കാം. നെറ്റ്വർക്ക് ടൈപ്സ്. ഫസ്റ്റ് വൺ PAN. PAN എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്.
പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ഡിസ്റ്റൻസ്, ചെറിയ മീറ്റർ, അതായത് ഇപ്പോൾ നമ്മളുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള അതിനുള്ളൊരു എക്സാമ്പിളാണ് നമ്മളുടെ ബ്ലൂടൂത്ത് കണക്ഷൻ. ഓക്കെ, അപ്പോൾ അതിനൊരു ചെറിയൊരു ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് നെറ്റ്വർക്കാണ് എന്ത്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ ഏതാണ്, ബ്ലൂടൂത്ത്. ഓക്കെ, പാൻ. അടുത്തത് രണ്ടാമത്താണ് ലാൻ നിങ്ങൾ കേട്ടിരിക്കും, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്താ, കുറച്ച് മീറ്റർ, ഇപ്പോൾ അതായത് ഒരു ഓഫീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബിൽഡിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്, അതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് വൺ പാൻ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. സെക്കൻഡ് വൺ ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതായത് ഒരു ബിൽഡിംഗ് ഉണ്ടാവും, ആ ബിൽഡിങ്ങിൽ ഇപ്പോൾ ഫ്ലോർ ഉണ്ടാവും, അപ്പോൾ എല്ലാ ഫ്ലോറും തമ്മിൽ ജസ്റ്റ് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നെറ്റ്വർക്ക്, അതാണ് എന്ത്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ആണ് CAN. തേർഡ് വൺ ആണ് CAN, ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരുപാട് ബിൽഡിംഗ്, ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മളുടെ ഒരു ക്യാമ്പസ് നോക്കുകയാണെങ്കിൽ ക്യാമ്പസിൽ കുറേ, ഇപ്പോൾ ഒരു 3-4 ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ ഇതൊരു ബിൽഡിംഗ് 1, ബിൽഡിംഗ് 2, ബിൽഡിംഗ് 3, ഇപ്പോൾ 3 ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് തമ്മിലുള്ള ഡാറ്റാസ് മൊത്തം കമ്പ്യൂട്ടർ മൊത്തം കണക്റ്റഡ് ആയിരിക്കും, എന്ത്, ലാൻ ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു ബിൽഡിംഗ് 2ലും എന്ത്, ലാൻ കണക്ഷൻ ഉണ്ടാകും. ബിൽഡിംഗ് 3ലും എന്തുണ്ടാവും, ലാൻ കണക്ഷൻ. പക്ഷേ ഈ എല്ലാ ബിൽഡിങ്ങും തമ്മിൽ കണക്ട് ചെയ്തിരിക്കും. ഇതാണ് എന്ത്, CAN എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ബിൽഡിങ്ങും തമ്മിൽ കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ ലാനിനേക്കാളും കുറച്ചുകൂടി ഡിസ്റ്റൻസിൽ നമുക്ക് CAN യൂസ് ചെയ്യാൻ പറ്റും. അതാണ് എന്ത്, ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ പാൻ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ആൻഡ് CAN, ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. നെക്സ്റ്റ് ആണ് മാൻ, മെട്രോപൊളിറ്റൻ. മെട്രോപൊളിറ്റൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കിപ്പം ഒരു ഹെഡ് ഓഫീസ് ഉണ്ട്, അതായത് നെക്സ്റ്റ് ഫോർത്ത് വൺ ആണേ. ഫോർത്ത് വൺ ഏതാണ്, മാൻ. ഇപ്പോൾ ഒരു ഹെഡ് ഓഫീസ്, ഇപ്പം സപ്പോസ് അത് കൊല്ലം ആണെന്ന് വിചാരിക്കും. ഇതിന് കുറേ ബ്രാഞ്ചസ് ഉണ്ട്. ഒരു 60 കിലോമീറ്റർ എവേ ആയിട്ട് ഒരു ബ്രാഞ്ച് ഉണ്ട്, ബ്രാഞ്ച് 1. ഒരു 80 കിലോമീറ്റർ എവേ ആയിട്ട് ബ്രാഞ്ച് 2 ഉണ്ട്. അപ്പോൾ ഇത്രയും, അതായത് നമ്മളുടെ CANനേക്കാളും കുറച്ചുകൂടി ഡിസ്റ്റൻസ് വേണം. ഡിസ്റ്റൻസിൽ നമുക്ക് ഡാറ്റാസ് അല്ലെങ്കിൽ പിന്നെ നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ഷെയർ ചെയ്യാൻ വേണം എന്നുണ്ടെങ്കിൽ അത്തരം ടൈപ്പ് ഓഫ് യൂസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കാണ് ഇത്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനേക്കാളും ലെങ്ത്തിൽ, ഇതിനേക്കാളും ഡിസ്റ്റൻസ് കവർ ചെയ്തും കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. നമ്മളുടെ ഇൻ്റർനെറ്റ്, വൈഡ് ഏരിയ നെറ്റ്വർക്കിന് എക്സാമ്പിളാണ് നമ്മളുടെ ഈ ഒരു ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നത് ലാൻ, വാൻ, മാൻ അല്ലേ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആൻഡ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കും. അതിൻ്റെ അണ്ടറിൽ കുറച്ചുകൂടി 2 എണ്ണം കൂടിയും, അതായത് പാൻ ആൻഡ് CAN, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. പാൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ബ്ലൂടൂത്തൊക്കെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ്, പക്ഷേ അത് ഏത് ടൈപ്പ് ഓഫ് നെറ്റ്വർക്കാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അതാണ് എന്ത്, പാൻ. ഓക്കെ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. പിന്നെ ഉള്ളത് CAN, ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. പിന്നെ ലാൻ, വാൻ, മാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് തന്നിരിക്കുന്നത്. നെറ്റ്വർക്ക് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്, ജസ്റ്റ് ഷെയറിങ്ങിന് വേണ്ടിയിട്ട്. ഷെയറിങ് എന്ന് പറയുമ്പം റിസോഴ്സ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ആൻഡ് ക്രിട്ടിക്കൽ സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിലുള്ള കുറേ കമ്പോണൻസ്, നെറ്റ്വർക്കിന് വേണ്ടിയിട്ടുള്ള കമ്പോണൻസ്, അത് സെൻഡർ ഉണ്ട്, റിസീവർ ഉണ്ട്, പിന്നെ അത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഉണ്ട്, പിന്നെ കുറച്ച് ഹാർഡ്വെയർസും സോഫ്റ്റ്വെയർസും ഒക്കെ വേണം.
പിന്നെ ഇതിൻ്റെ മെത്തേഡ് മെസ്സേജ് ഡെലിവർ ചെയ്യാനുള്ള മെത്തേഡാണ് യൂണികാസ്റ്റ്, ബ്രോഡ്കാസ്റ്റ് ആൻഡ് മൾട്ടികാസ്റ്റ്. യൂണികാസ്റ്റ് എന്താണ്, ബ്രോഡ്കാസ്റ്റ് എന്താണ്, മൾട്ടികാസ്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ നെറ്റ്വർക്കിംഗ് ടൈപ്സ് ഫസ്റ്റ് വൺ ആണ് ലാൻ, ഫസ്റ്റ് വൺ പാൻ. ഏറ്റവും ചെറുതന്നെ നമുക്ക് നോക്കാം. പാൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അതിൻ്റെ കുറച്ച് കൂടി ലെവലായിട്ടുള്ളതാണ് ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ദെൻ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. പിന്നെ മാൻ, മെട്രോപൊളിറ്റൻ. ദെൻ വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അങ്ങനെ 5 ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ടൈപ്സും നമ്മൾ നോക്കി. ഓക്കെ, അപ്പം ഇത് ഇൻട്രൊഡക്ഷൻ. ഇത്രയും എങ്കിലും നിങ്ങൾ ഈ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് ലാബിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഒരുപാട് ആൾക്കാർക്ക് ആദ്യമേ അറിയുന്നതായിരിക്കാം, എങ്കിലും അറിയാത്തവർക്ക് ഒന്നുകൂടി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. താങ്ക് യു.